ഹായ് ഫ്രണ്ട്സ്, താജ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മന്തിയാണ്. നമ്മൾ വളരെ ചെറിയ മൂരിക്കുട്ടൻ്റെ ഇറച്ചിയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫ് മന്തി ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് 10 കിലോ തൂക്കം വരുന്ന ഒരു ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3-4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. മന്തിയുടെ പീസുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഡാൽച്ചീനി, പട്ട, കറാമ്പൂ, ഇലാച്ചി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇടാൻ പോകുന്ന ഡ്രൈ ലെമൺ ആണ്. അരി മസാലയാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, അതുമാതിരി മന്തിയുടെ മസാല. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ഉള്ളി, തക്കാളി കട്ട് ചെയ്ത് ഇട്ടു. ഉപ്പ് ആവശ്യത്തിന് ഇട്ടേക്കണം. പിന്നെ നല്ല വേവണം. മന്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെന്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉടഞ്ഞു പോരണം. അതേമാതിരി വെന്ത് കിട്ടണം. എന്നിട്ട് ആ വെള്ളത്തിലാണ് നമ്മൾ പിന്നെ റൈസ് ഉണ്ടാക്കുന്നത്. റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ആടിൻ്റെ വീഡിയോ ഒക്കെ, ആട്, ചിക്കന് ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ മന്തിക്കുള്ള ഇറച്ചിയോടെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ വെള്ളം അരിച്ചെടുത്തിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചോറിനകത്ത് എണ്ണയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ ഇറച്ചി വെന്തതിൻ്റെ മുകളിൽ തെളിഞ്ഞിട്ടുള്ള നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള കുറച്ച് മസാല അരച്ചെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലി, അതുമാതിരി ചെറിയ ജീരകം കുറച്ച്. നമ്മൾ കുറച്ച് ഇറച്ചിയുടെ നെയ്യ് മാറ്റി വെച്ചിരുന്നു. അത് ഇതിൽ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. കൂടാതെ പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാല കൂടെ ചേർത്ത് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ഇറച്ചിയുടെ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 1 കിലോ അരിക്ക് 2 കിലോ വെള്ളം എന്നുള്ള കണക്കിലാണ് വെച്ചിട്ടുള്ളത്. 1-ൽ 2. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി അങ്ങനെ കട്ട് ചെയ്യാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പട്ട, കറാമ്പൂ, ഏലക്ക, അതുമാതിരി തേജ്പത്ത ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 ഡ്രൈ ലെമൺ. പിന്നെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണങ്ങിയ മുന്തിരി. പിന്നെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി അതിലേക്ക് ഇടാം. അരി ഇടുന്നതിന് മുമ്പ് ഉപ്പ് പാകത്തിനാണോ നോക്കണം. പാകത്തിനല്ല, കുറച്ച് മുന്നിലേക്ക് വെക്കണം. അതായത് റൈസിനുള്ള ഉപ്പൂടെ വെള്ളത്തിനകത്ത് നമ്മൾ കരുതണം. ഇനി നമുക്ക് നമ്മുടെ ഈ ഇറച്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നെയ്യാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഫ്രൈ ചെയ്യാൻ.
നെയ്യ് ഒഴിച്ച് അത് ചട്ടിയിൽ ഉരുളിയോ ചട്ടിയോ എന്തായാലും മതി, അതിനകത്ത് വെച്ചിട്ട് ഒന്ന് കൊണ്ട് ചൂടാക്കി അതിൻ്റെ ഒരു കളറൊന്നുകൊണ്ട് മാറ്റിയെടുക്കാം. അപ്പം ഇനി ഞാനൊരു ടിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ ഇറച്ചിയെല്ലാം അപ്പോൾ നമ്മൾ നെയ്യിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമ്മളിതിൻ്റെ ഒരു സ്മോക്കിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് കരി കത്തിച്ച് അത് കണലാക്കി അങ്ങോട്ട് വെച്ച് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിരുന്നു. അപ്പോൾ നല്ല പുക അതിനകത്ത് ഈ ചെമ്പിനകത്ത് പിടിച്ച് ഇറച്ചിയിലൊക്കെ നല്ല പുക പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നുള്ളൂ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിത് കഴിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കെല്ലാം വിളമ്പി റെഡിയാക്കി വെക്കാമെന്ന് കരുതിയിട്ടാണ്. നമുക്ക് നമ്മുടെ റൈസിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കിയാറ്, അതുമാതിരി ക്യാപ്സിക്, തക്കാളി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാം. കാരണം ഇതിൻ്റെ ആൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കട റണ്ണിങ് ടൈം അല്ല, ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ റെസ്റ്റോറൻറ്റ് തുറക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് റെഡിയാക്കി പാക്ക് ചെയ്ത് വെക്കണം അവർ വരുമ്പോഴത്തേക്ക്. സ്പെഷ്യലായിട്ടൊക്കെ പറഞ്ഞ് വിളിച്ചാണല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളെ ബീഫിൻ്റെ സ്പെഷ്യൽ ഉണ്ടാക്കി എന്നിട്ട് അങ്ങനെ വിളിച്ചത് അല്ലേ? ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ച്, ഇനിയിപ്പം മന്തി നിങ്ങൾ കുറേ കാര്യം വിളിക്കുന്നുണ്ട്. അപ്പം മന്തി കഴിക്കാൻ വേണ്ടി ഒന്ന് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇന്ന് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞത് ബീഫിൻ്റെ സ്പെഷ്യൽ മന്തിയാണ്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ഒന്ന് അറിയാം. പിന്നെ ചിക്കൻ മന്തിയും എല്ലാം ഇവിടെ ഓൾറെഡി കിട്ടുന്നുണ്ട്. പക്ഷേ ബീഫ് ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കി നിങ്ങൾക്ക് വിളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയാം. കഴിച്ചിട്ട് വിവരം പറയാനൊന്നുമില്ല. എനിക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി ഇതെന്താണെന്നുള്ളത്. അവന് അഭിപ്രായം പറയേണ്ടി ഉള്ളതില്ല. എന്നാലും ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം അല്ലേ? മന്തിൻ്റെ ഒരു മണം ഉണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യമെല്ലാം ഉണ്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പം രാത്രി അതിന് ഫുള്ള് കഴിക്കേണ്ടി വരും. അത് കഴിച്ചിട്ടേ പോകും. കമ്പനിക്കൊന്ന് കുടിക്കോളി. ബീഫ് നല്ല ചെറിയ കുട്ടൻ്റെ ഇതാണ്, ബീഫാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തതെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതല്ലേ നമ്മളിവിടെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന കാരണം ഒരുപാട് വലുതാണ്. അത് വേവിച്ചാൽ വേവില്ല. എങ്ങനെ ഇത് തന്നെ ഒന്നും കൂടെ സോഫ്റ്റ് ആണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. പക്ഷെ മറ്റേ നല്ല ഹാർഡായിരിക്കും നമ്മളെടുത്ത് കഴിഞ്ഞാൽ. ഇത് നല്ല വേവ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ആ അതെ. അപ്പോൾ നമ്മളുടെ ഈ ബീഫ് മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവന്മാർ
തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യഥാസമയം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട്, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, നമ്മളെ അറിയിക്കണം. അപ്പോഴേ നമുക്കത് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 1-2 വീഡിയോയുടെ പെൻഡിങ് ഉണ്ട്, അത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ബൈ.